അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നൂഡിൽസാണ്. ഞാൻ 2 മുസമ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ അരിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുകയാണെന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചിട്ടും നമ്മൾ മുസമ്പി ഇതേപോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ തൊലി അടക്കം കഴിക്കാൻ പറ്റും. ചെറിയ കയ്പ്പാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഞാൻ വലിയൊരു പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അതിൽ 5 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വെന്ത് വരണം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നൂഡിൽസ് വേവും. കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. അതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പശക്കൊന്ന് കളയണം. കണ്ടില്ല, കുറച്ച് വെള്ളം കൂടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് ആയാൽ തന്നെ വേവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ചുവന്നുള്ളി, സവാള, കുറച്ച് കാബേജ് ഒക്കെ നീളത്തിൽ അരിയണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഭംഗിയും ടേസ്റ്റും. അതേപോലെ തന്നെ യെല്ലോ, റെഡ് ക്യാപ്സിക്കോ, പിന്നെ ഞാൻ ഒരു 2 മുട്ട എടുത്തിട്ട് ചിക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് അത് കുരുമുളക് ഉപ്പിട്ടിട്ട് അതും വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു 10 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. പച്ചക്കറി കൂടുതൽ വേവരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. എന്നിട്ട് അതിന് ശേഷം ഇതെല്ലാതും ഈ ചേരുവകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കട്ടോ. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണവും ടേസ്റ്റൊക്കെ നമുക്ക് ഇത് വഴന്ന് വരുമ്പോൾ തന്നെ വരും. എന്നിട്ട് അതിന് ശേഷം നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസ് നിർബന്ധമാണ് കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിലേക്കും അതേപോലെ നൂഡിൽസിലേക്കൊക്കെ സോയാ സോസ് ഒഴിച്ചാൽ നല്ലൊരു മണം, നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ കെച്ചപ്പ് അല്ലെങ്കിൽ ചില്ലി സോസ് ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ തവി കൊണ്ട് ഇളക്കി കൊടുക്കുന്നേക്കാളും നല്ലത് 2 ഫ്രോക്ക് എടുത്തിട്ട് നമ്മൾ ഫ്രോക്ക് കയ്യിലെടുത്തിട്ട് അതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നതാണ് നൂഡിൽസ് നല്ലത്. കാരണം ഇത് എന്തായാലും ഉടഞ്ഞു പോകും. എന്നിട്ട് അതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക കേട്ടോ, സ്പ്രിംഗ് ഓണിയൻ. അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും. സ്പ്രിംഗ് ഓണിയൻ ഇതിൻ്റെ മെയിൻ ചേരുവയാണ്, അതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഫ്രോക്ക് കൊണ്ട് നമ്മൾ ഇത് നൂഡിൽസ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഈ തവി കൊണ്ട് ഇതേപോലെ ഇളക്കുകയാണെന്ന് വെച്ചെങ്കിൽ പൊടിഞ്ഞു പോകും നൂഡിൽസ്. ചെറിയ നൂഡിൽസാണെന്ന് വെച്ചെങ്കിലും പെട്ടെന്ന് പൊടിഞ്ഞു പോകും. എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ നൂഡിൽസ് നല്ല വലുത് വാങ്ങിക്കുക, അതാണ് ടേസ്റ്റ് കേട്ടോ. ഇത് ചെറുതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാൻ ഏറ്റവും നല്ലത് വലിയ നൂഡിൽസിൻ്റെ പാക്കറ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അസ്സലാമു അലൈക്കും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.